ഈ ആഴ്ചയിലെ ചിക്കാഗോയിൽ നടന്ന സംയുക്ത ആരാധനയിൽ സംസാരിച്ച 2 ദൈവദാസന്മാരുടെ ഓരോ സെന്റൻസുകൾ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ജീവിതത്തിൽ ധ്യാനത്തിന് വീണ്ടും ഇടയാക്കുവാനിടയായി തീർന്നു. അതിലൊന്നിതാണ് പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ 118 സങ്കീർത്തനം വായിച്ച് സങ്കീർത്തന ധ്യാനം നടത്തി ചില മിനിറ്റുകൾ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം വേദി വിടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, അവൻ നമ്മളെ കൈവിടുകയില്ല. 118 സങ്കീർത്തനമാണ് അദ്ദേഹം ധ്യാനത്തിന് വിധേയമാക്കിയത്. ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ അവസാനത്തെ സെന്റൻസ് ഇതായിരുന്നു, സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, അവൻ നമ്മെ കൈവിടുകയില്ല. അതിനെ തുടർന്ന് സംസാരിച്ച പാസ്റ്റർ സാം നൈന, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആകെത്തുക എന്ന് പറയുന്നത് ഔട്ട്സോഴ്സിങ് എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ പല സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ജോലികൾ ഔട്ട്സോഴ്സിങ് ചെയ്യാറുണ്ട്. ഇന്ത്യയിലേക്കൊക്കെ കൊടുത്തിട്ട് ചീപ്പ് ലേബർ, അല്ലെങ്കിൽ സമയത്തിന്റെ കുറവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ മാറ്റാനൊക്കെ ആയിട്ട് നമ്മുടെ ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഔട്ട്സോഴ്സിങ് ആദ്യം ആവശ്യപ്പെട്ടത് തന്നെ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഭാരങ്ങൾ എനിക്ക് തരിക, ഞാൻ അതിനെ എടുത്ത് മാറ്റിത്തരാം. ഈ 2 പദങ്ങൾ, ഈ 2 വേദ ശകലങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചു. ഇന്ന് ഒരു അല്പസമയം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത് ഈ 2 ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനാണ്. പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ 118 സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞ പോലെ നമുക്ക് അവനിൽ ആശ്രയിക്കാം, അവൻ നമ്മളെ സഹായിക്കും. അതൊരു ഉറപ്പാണ്, അതൊരു ആശ്വാസമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഒറ്റപ്പെടുത്തലുകൾ, അപമാനങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ എന്തുമാകട്ടെ, കർത്താവ് പറഞ്ഞു, അതെല്ലാം നീ തന്നേരെ, ഔട്ട്സോഴ്സിങ് നടത്തിയാൽ ഔട്ട്സോഴ്സ് ചെയ്ത് ദൈവത്തിലേക്ക് എത്തിയാൽ, എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവമക്കളെ, നമുക്ക് അവനിൽ ആശ്രയിക്കാം. അവൻ നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. നമ്മുടെ വേദനകളെയും പ്രയാസങ്ങളെല്ലാം നമുക്ക് ദൈവത്തിലേക്ക് കൊടുക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.